ശക്തമായി ഈ നാളുകൾ യുവജനങ്ങളുടെ ഇടയിൽ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹീതനായ കർത്തൃഭൃത്യനാണ് റവറൻ ചൈതന്യകരെ. We are very happy to have you in our District CA camp, Pastor, and now I invite you to share God's word to us. But I'm very glad that I'm here this afternoon here with you. ഇന്ന് നമ്മളോട് ഒരുമിച്ച് ഈ വൈകുന്നേരം ആയിരിക്കുന്നത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. This is my first time preaching in Kerala. ഞാൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. So I'm very glad, I'm excited more than you. ഞാൻ വളരെ സന്തോഷവാനാണ്, വളരെ ഹാപ്പിയാണ് ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് ഒരുമിച്ച് സന്തോഷിക്കുന്നതിൽ. I want to thank your CA committee and your Pastor Ajit for opening the pulpit for me to come and bring the word to you. മലബാറിലെ CA കമ്മിറ്റിക്ക് പാസ്റ്റർ അജിത് ജോസഫിന് ഈ മീറ്റിംഗിലേക്ക് എന്നെ വിളിച്ച് നിങ്ങൾക്ക് ദൈവവചനം ഷെയർ ചെയ്യുവാൻ നിങ്ങൾ അവസരം തന്നതിൽ ഞാൻ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. I'll give more greetings tomorrow, but for now, because we have less time, I'll go directly to the word of God. നിങ്ങൾ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ ആശംസകൾ അറിയിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ സമയത്തിന്റെ കുറവ് നിമിത്തം ഞാൻ വേഗത്തിൽ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. Open 2 Corinthians chapter 2. ഇന്നത്തെ ധ്യാനത്തിനായി 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. We'll read 2 verses out of which the theme of this camp is taken. ഈ ക്യാമ്പിന്റെ മുഖ്യ ചിന്താ വിഷയമായി നാം എടുത്തിരിക്കുന്ന ഭാഗത്തേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. From there we will go to another passage in the Old Testament which I think is vital for us for this afternoon. ഞാൻ മറ്റൊരു പാസേജും കൂടെ പുതിയ നിയമത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്. അത് വളരെ നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. Chapter 2 verses 14 and 15. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. Would you just go ahead and read it, or if somebody can read it also. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. That's enough. Thank you. 2 verses that become part of your camp's theme. 2 വാക്യങ്ങൾ നമ്മുടെ തീമുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. When Pastor Ajit first called me and told me this is the theme of the camp, I was really excited to talk from this. പാസ്റ്റർ അജിത്ത് എന്നെ വിളിച്ച ഇതാണ് നമ്മുടെ ക്യാമ്പിന്റെ ചിന്താ വിഷയം എന്ന് പറഞ്ഞപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ഞാൻ വളരെയധികം തൽപരനായിരുന്നു. I took time to spend time on studying this particular passage in chapter 2 and chapter 3. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിലെ 3-ാം അധ്യായത്തിലും ഈ പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട ഓരോ ഭാഗങ്ങളും ഞാൻ വളരെ നേരം സമയം ചെലവഴിച്ച് ഞാൻ ചിന്തിക്കുവാനും പഠിക്കുവാനും ദൈവസന്നിധിയിൽ ധ്യാനിപ്പാനും ഇടയായി. To actually understand what Paul is trying to tell when he calls us the aroma of Christ. ദൈവം നമ്മെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി കണക്കാക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഈ തിരുവചന ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. I think in chapter 2 and chapter 3, between chapter 2 and chapter 3, chapter 2 verses 14 and 15 become the crucial pointers to what Paul is trying to talk to us. 2-ാം അധ്യായവും 3-ാം അധ്യായവും നാം അപഗ്രഥിച്ച് പഠിച്ചാൽ ഈ 14-15 വാക്യങ്ങൾ ഈ 2 അധ്യായത്തിന്റെയും ഏറ്റവും കാതലായ വാക്യങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുവാനിടയാകും. 3 things in those passages I'll just point out and talk to you from there. ഈ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ചിന്തയിൽ കൊണ്ടുവരുവാനും സംസാരിപ്പാനും താല്പര്യപ്പെടുന്നത്. 3 things that caught my attention and I think you need to know, you and I need to know that. 3 കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽ കർത്താവ് പെടുത്തുവാനിടയായി അത് നിങ്ങൾ അറിയണമെന്ന് ദൈവത്താൽ ആഗ്രഹിക്കപ്പെടുന്ന കാര്യങ്ങളത്രേ. In verses 14 he starts off saying we are in a triumphal parade with Jesus Christ. 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്, നാം ക്രിസ്തുവുമായി ഏകീഭവിക്കുന്ന ഒരു പ്രത്യേക അനുഭവം. That is the first thing. അതാണ് ഒന്നാമത്തെ കാര്യം. The second thing he tells is that we are diffusing the aroma of Christ, manifesting the aroma of Christ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന നാം മറ്റുള്ളവരുടെ അടുക്കിലേക്ക് പരത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. And then in verses 15 he says we are the aroma of Christ to God. എന്നാൽ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നത് നമ്മൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ് എന്ന്. As I looked at those 3, I really kind of tried to put things together in order to speak to you what God has placed in my heart. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് ചേർത്ത് ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാനുള്ളത് ഒന്നിച്ചു ചേർത്ത് സംസാരിപ്പാൻ എനിക്ക് താല്പര്യം തോന്നി. In order to be aroma of Christ
for God, you must be in the procession that Christ is giving. നാം ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരണമെങ്കിൽ ആദ്യമായി ക്രിസ്തു നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നാം വിശ്വസ്തരായിരിക്കണം. This morning, this afternoon, we are all going to check whether we are actually in the triumphal parade of Jesus Christ. ഈ വൈകുന്നേര സെക്ഷനിൽ നാം ഒരുമിച്ച് ചിന്തിക്കണം, ക്രിസ്തു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന അതേ സ്ഥാനത്താണോ നാം ഓരോരുത്തരും ആയിരിക്കുന്നത് എന്ന്. Tomorrow, the entire day we will spend checking whether we are actually the aroma of Christ or not. നാളെ പൂർണ്ണമായും സമയം നാം ചെലവഴിക്കുന്നത് നാം സത്യത്തിൽ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണോ എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിപ്പാനായിരിക്കും. And towards the end, we will see how we can diffuse, manifest this aroma of Christ to the world. മൂന്നാമത്തെ ദിവസം നാം ചിന്തിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി നാം എങ്ങനെ ലോകത്തിന് ആയിത്തീരുവാൻ കഴിയുമെന്നുള്ളതാണ്. So this afternoon my question to you is, are you really in the triumphal parade that Jesus is taking right now? ഇന്ന് വൈകുന്നേരം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരുവാൻ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ആ പ്രത്യേക സ്ഥിതിയിൽ എത്തിയിട്ടുണ്ടോ എന്നാണ്. How many of you know Jesus as your personal savior? നിങ്ങളിൽ എത്ര പേർക്ക് യേശുവിനെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ രക്ഷകനായി ബോധ്യപ്പെട്ടിട്ടുണ്ട്? Oh, you've been honest. Good. Now today I'm going to make you question your own conversion. നിങ്ങളുടെ തന്നെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. Actually, when I first came across this particular character in the Bible in Old Testament, I started questioning my own change in my life. പഴയ നിയമത്തിലെ ഒരു വ്യക്തിയെ കുറിച്ച് പഠിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ അതൊരു മാറ്റത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. So I'm going to challenge you today to look at that life and see whether you are actually in the triumphal parade of Jesus Christ. ആ വ്യക്തിയെ കുറിച്ച് നാം അല്പനേരം ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കണക്കാക്കണം, ചിന്തിക്കണം, ആ സ്ഥിതിയിൽ നാം എത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ക്രിസ്തുവിന് ഒരു സൗരഭ്യവാസനയായി തീരുവാൻ. 1 Samuel chapter 15. 1 Samuel chapter 15. 1 ശമൂവേൽ 15-ാം അധ്യായം. You find an interesting conversation that is happening between King Saul and Samuel the prophet. ഇവിടെ നിങ്ങൾക്ക് ശൗൽ രാജാവും പ്രവാചകനായ ശമൂവേലും തമ്മിലുള്ള സംഭാഷണത്തെയാണ് കാണുവാൻ കഴിയുന്നത്. Verses 10 of chapter 15, you will see that God came to Samuel and told Samuel, I'm really not happy with Saul. ഇവിടെ നാം കാണുവാൻ കഴിയുന്നത്, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിന് ഉണ്ടായതെന്നാൽ, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു എന്നാണ്. I feel bad that I made him the king. I don't want him to be the king anymore. ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിൽ എനിക്ക് ദുഃഖം വരുന്നു എന്നാണ് ദൈവം പറയുന്നത്. So I want you to go to Saul and tell him that I'm rejecting him as a king and I will make somebody else as a king. അതുകൊണ്ട് ദൈവം ശമൂവേലിനോട് പറയുകയാണ്, ഞാൻ അവനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിട്ട് മറ്റൊരുത്തനെ ഞാൻ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. So Samuel goes to Saul. അതുകൊണ്ട് ശമൂവേൽ ശൗലിന്റെ അടുക്കിലേക്ക് പോയി. And he's telling him what is happening to him. എന്താണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവനോട് പറയുവാനാണ് ശമൂവേൽ ശൗലിന്റെ അടുക്കിലേക്ക് പോയത്. Now look at verses 13. 13-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. Somebody start reading from verses 13 to verses 25. 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, can somebody read it quickly? Okay, ഒരാൾക്ക് വേഗത്തിൽ വായിക്കാം. 13 to 25. Yeah. 25. Yeah. പിന്നെ ശമൂവേൽ ശൗലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശമൂവേൽ, എന്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുമ്പറയിൽ എന്ന് ചോദിച്ചു. അതേ അമാലേക്യരുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും നിർജ്ജനമായവയെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോടെ സൂക്ഷിച്ചു. ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു എന്ന് ശൗൽ പറഞ്ഞു. ശമൂവേൽ ശൗലിനോട്, നിൽക്ക,
ശ്രദ്ധിക്കുന്നതിനേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം അവിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയും വിഗ്രഹാരാധനയും പോലെയുമാകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ പിന്നെയും രാജസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശൗൽ ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ചു പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും എന്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ ദുഃഖിക്കേണ്ടതിന് എന്നോട് കൂടെ പോരേണ്ടത് എന്ന് പറഞ്ഞു. Oh, that's enough. Thank you very much. This conversation took place because Saul did something that is against the Lord. ഈ സംഭാഷണം ഇവിടെ ഉണ്ടാകുവാൻ കാരണം ശൗൽ ചില കാര്യങ്ങൾ ചെയ്തു, അത് ദൈവത്തിന്റെ പദ്ധതിക്കെതിരായിരുന്നു. God removed Saul from his kingship and told him, I'm going to replace you with somebody else. ദൈവം ശൗലിനോട് പറഞ്ഞു, ഞാൻ നിന്നെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകുന്നു, പകരം മറ്റൊരാളെ ഞാൻ ആ സ്ഥാനത്തേക്ക് ആക്കുകയാണ്. Listen to me very carefully because I'm going to give you a background picture of what happened before this. നിങ്ങൾ എന്നെ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം, കാരണം ഞാൻ അതിന്റെ പുറകിലുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു പടം നിങ്ങളുടെ മുൻപാകെ ഞാൻ കൊണ്ടുവരികയാണ്. You will find Saul 5 chapters before in chapter 9 of 1 Samuel. 1 ശമൂവേൽ 9-ാം അധ്യായത്തിൽ, അതായത് നാം വായിച്ച വാക്യത്തിന് ഏകദേശം 5 അധ്യായങ്ങൾക്ക് മുൻപ് നാം ശൗലിനെ ആദ്യമായി കാണുന്നു. Saul comes from a tribe called Benjamin. ബെന്യാമിൻ ഗോത്രത്തിലെ ഒരുവനായിട്ടാണ് നമുക്ക് ശൗലിനെ കാണുവാൻ കഴിയുന്നത്. He is the son of a man called Kish. കീഷിന്റെ മകനായ ശൗലിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. If you have your Bibles open to chapter 9, I'm going to show you something very നിങ്ങളുടെ interesting. കരങ്ങളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തുറക്കുക, ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. 9-ാം അധ്യായത്തിൽ In chapter 9 verses 1 gives the resume of King Saul. 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ ശൗലിനെ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. A man who is a Benjaminite who comes from a home that is wealthy and have a great standing. നല്ല സമ്പത്തുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നവൻ, ബെന്യാമിൻ ഗോത്രത്തിൽ ഉണ്ടായിരുന്നവൻ കീഷിന്റെ മകനായ ശൗൽ. Look at verses 2 now. രണ്ടാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. He was a man, Saul. Now introduction of Saul is like this. The first time in the Bible Saul is introduced and he says he was an impressive young man, tall, one head taller than everybody in the entire Israel. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ശൗൽ യൗവനവും കോമളത്വവുമുള്ള ഒരുവനായിരുന്നു. ഇസ്രായേൽ മക്കൾ അവനേക്കാൾ കോമളനായ മറ്റൊരു പുരുഷനില്ലായിരുന്നു. അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു എന്ന്. There is nobody who is equal to Saul in the nation of Israel. ഇസ്രായേൽ രാജ്യത്തൊരിടത്തു പോലും ഈ ശൗലുമായി താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന മറ്റൊരുത്തനെ കാണാനില്ല. He was tall, he was dark, he was handsome like me. അദ്ദേഹം വളരെ പൊക്കമുള്ളവനായിരുന്നു, നല്ല ശരീരപ്രകൃതിയുള്ളവനായിരുന്നു, എന്നെ പോലെ സൗന്ദര്യമുള്ളവനായിരുന്നു. In verses 3 something else happened now. എന്നാൽ 3-ാം വാക്യത്തിൽ മറ്റു ചിലത് സംഭവിച്ചു. Verses 1 and 2 you get this great introduction to Saul. 1-ഉം 2-ഉം വാക്യത്തിൽ ശൗൽ എത്ര മഹാനായിരുന്നു എന്ന് കാണിക്കുമ്പോൾ, In verses 3 his father is calling Saul. 3-ാം വാക്യം വായിക്കുമ്പോൾ തന്റെ അപ്പൻ ശൗലിനെ പതുക്കെ വിളിച്ചു. This tall, dark and handsome guy, he says, come here. ആ പൊക്കമുള്ള സുന്ദരനായ പുരുഷനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. You are useless fellow. നിന്നെ എന്നത്തിന് കൊള്ളാടാ. Go search donkeys. We lost some donkeys. Why don't you go and search for the donkeys? നമ്മുടെ കഴുതനെ കാണാനില്ലടാ, എവിടെയാ പോയി നോക്കി അന്വേഷിച്ച കഴുതനെ നോക്കിയിട്ട് വരാൻ പറഞ്ഞു. You know, when father calls you and tells you to do something like that, that means he is telling you you are anyway useless, at least do something like this. അപ്പൻ അവനോട് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, നിന്നെ പൊതുവെ ഒന്നിനും കൊള്ളത്തില്ല, എന്തിനെങ്കിലും നിന്നെ പറ്റിക്കാമെങ്കിൽ വല്ല കഴുതനെ അന്വേഷിക്കാനേ കൊള്ളത്തുള്ളൂ, അതുകൊണ്ട് പോയി കഴുതനെ നോക്കിയിട്ട് വരാം. Now his father lost 2 of his donkeys. കാരണം ഇവിടെ തന്റെ അപ്പന് തന്റെ കഴുതകളിൽ 2 കാണാതെ പോയി. For searching for the donkeys, he can send any of his servants. ഈ കഴുതകളെ അന്വേഷിക്കാൻ വേണ്ടി തന്റെ കൂലിക്കാരിൽ ആരെയെങ്കിലും എനിക്ക് അയക്കാം. But father calls the son and tells him, why don't you do a servant's job? പക്ഷേ ഈ കീശ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ മകനെ തന്നെ വിളിച്ചിട്ടാണ് ഒരു ബാല്യക്കാരനെ വിടണ്ട ഈ പണിക്ക് വേണ്ടി ഏൽപ്പിച്ചു വിട്ടത്. And the moment I read that verse, it caught my attention. I realized, this is what I realized. His father doesn't have respect for Saul.
ഈ ഭാഗം നാം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്കിങ്ങനെ മനസ്സിലാകും. ശൗലിന്റെ അപ്പന് ശൗലിനോട് യാതൊരു ബഹുമാനവും ഇല്ലായിരുന്നു. You might be tall, dark and handsome, but you are useless. നീ എത്ര പൊക്കമുള്ളതാകട്ടെ, എത്ര സൗന്ദര്യവാനാകട്ടെ, പക്ഷെ നിന്നെ ഒന്നിനും കൊള്ളാത്തവനാണെന്നായിരുന്നു അവന്റെ അപ്പന്റെ അഭിപ്രായം. Saul is not respected by anybody. ശൗൽ ആരാലും ബഹുമാനിതനല്ലായിരുന്നു. Here is an important thing. If your father does not respect you, nobody will respect you. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ അപ്പന് നിങ്ങളോടൊരു ബഹുമാനമില്ലെങ്കിൽ ഈ ലോകത്തിലുള്ള മറ്റാർക്കും നിങ്ങളെ ബഹുമാനം ഉണ്ടാകും. Saul's father does not respect Saul. ശൗലിന്റെ അപ്പൻ ശൗലിനെ ഒട്ടും പ്രാധാന്യത്തോടെ കണ്ടിരുന്നില്ല. Maybe some of you come from a home where your parents don't care about you. ഒരുപക്ഷെ നിങ്ങൾ വന്നിരിക്കുന്ന കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പന് അമ്മയ്ക്ക് നിങ്ങളോട് ഒട്ടും താല്പര്യമില്ലാത്ത ബഹുമാനമില്ലാത്ത സാഹചര്യത്തിൽ Where they look at you as if you don't know anything, you can't do anything. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, നിന്നെ എന്തിനു കൊള്ളുമെന്ന് പലപ്പോഴും ചോദിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നായിരിക്കാം സഹോദര താങ്കൾ വന്നത്. They constantly remind you that you're useless, you can't study well, you can't do this job, you can't do this, you can't do that. ആ പറച്ചിലുകൾ, ആ സംസാരങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ക്രൂരമ്പ് പോലെ കയറിയിട്ട് നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, പഠിക്കാൻ കൊള്ളത്തില്ല, ഒന്നിനും കൊള്ളത്തില്ലാത്ത ഒരുത്തനെന്ന് അവനവനെ കുറിച്ച് തന്നെ ചിന്ത വന്നേക്കാൻ സാധ്യതയുണ്ട്. So nobody respects you. Nobody respected Saul. അങ്ങനെ നിങ്ങളെ ആരും ബഹുമാനിക്കാത്ത ഒരു വ്യക്തിത്വമാകാം നിങ്ങൾ. In fact, Saul doesn't respect himself. സത്യത്തിൽ ശൗലിന് തന്നെ കുറിച്ച് തന്നെ ഒരു അഭിമാന ബോധമില്ല. You will see in chapter 15 verses 17, Samuel is telling Saul, you were once small in your own eyes. ഇവിടെ 15-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നത്, നിന്റെ തന്നെ കണ്ണുകൊണ്ട് നീ നോക്കുമ്പോൾ വളരെ ചെറുതാണ് നീ എന്ന് നിനക്ക് തോന്നുന്നുണ്ടായിരിക്കാം. Saul himself thinks that he is not a good guy. ശൗലിന് തന്നെ കുറിച്ച് തന്നെ തോന്നുന്നു താനൊരു നല്ലയാളല്ല. Do you know how inferior Saul felt about himself? ശൗല് തന്നെ കുറിച്ച് തന്നെ എത്ര ശൂന്യത മനോഭാവത്തിലാ ഉള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? When Samuel went and met Saul, ശമൂവേൽ ശൗലിന്റെ അടുക്കൽ പോയി തന്നെ കണ്ടുമുട്ടുമ്പോൾ, and he said, Saul, God wants to make you the king. എന്നിട്ട് ശൗലിനോട് പറയുന്നു, ദൈവം നിന്നെ രാജാവാക്കാൻ താല്പര്യപ്പെടുന്നു. I'm going to call the entire nation of Israel. In front of them I will anoint you. ഈ മുഴുവൻ ഇസ്രായേലിന്റെ മുൻപിൽ വെച്ച് ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുവാൻ പോകുന്നു. In fact, when all the Israelites came and Samuel wants to anoint Saul, Saul is not there. സത്യത്തിൽ ശമൂവേൽ മുഴുവൻ ഇസ്രായേലിന്റെ മുൻപിൽ ശൗലിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ശൗലിനെ കാണാനില്ല. Do you know where Saul was? എവിടെയാ ശൗൽ എന്ന് നിങ്ങൾക്ക് അറിയാമോ? Saul went into the temple, in the storehouse, hid behind the storehouse. അവൻ സ്റ്റോർ ഹൗസിൽ പോയി ഏറ്റവും പുറകിൽ പോയി അവൻ ഒളിച്ചിരിക്കുകയായിരുന്നു. He says, I don't want to become a king. ഞാൻ മുൻപിൽ വരാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അവൻ പുറകിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. I am good here. ഞാൻ ഇവിടെ ഇരുന്നോളാം. I don't want to become a leader of Israel. I want to be there. എനിക്ക് ഇസ്രായേലിന്റെ ഒരു രാജാവായി തീരാനോ നേതാവായി തീരാനോ താല്പര്യമില്ല. ഞാൻ ഈ പുറകിൽ ഒതുങ്ങി കൂടിക്കോളാം എന്നായിരുന്നു അവന് പറയാനുണ്ടായിരുന്നത്. Bible says people went and pulled him from there and made him the king. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ആളുകൾ പോയി അവനെ പുറകിൽ നിന്ന് വലിച്ച് മുൻപോട്ട് കൊണ്ടുവന്നിട്ടാണ് അവനെ രാജാവായി അഭിഷേകം ചെയ്യുന്നത്. A man who is not respected by anybody, a man who doesn't have any respect for himself, he has now become the king. തന്നെ ഒരുത്തരും ബഹുമാനിക്കാത്ത ഒരു വ്യക്തി, തനിക്ക് തന്നെ കുറിച്ച് തന്നെ ഒരു അഭിമാന ബോധവും തോന്നാത്ത ഒരു വ്യക്തി, അവനെ രാജാവാക്കുവാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി. ഹല്ലേലൂയ. He took the place of God. God stood beside as a king and made him the king. എന്താ ചെയ്യുന്നറിയാമോ? ഇവനെ രാജാവാക്കുവാനായി ദൈവം തന്നെ ഇറങ്ങി വന്നിട്ട് അവനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. Just like you have taken the place in the family of Jesus Christ, because Jesus took your place and gave his place for you. എന്താ ചെയ്യുന്നറിയാമോ? നിങ്ങൾ ക്രിസ്തുവിന്റെ കുടുംബത്തിലുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് നിന്റെ സ്ഥാനം യേശു ഏറ്റെടുത്തിട്ട് യേശുവിന്റെ സ്ഥാനം അവൻ നിനക്ക് നൽകുകയാണ്. You and I were unworthy even to stand in the presence of God. ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽപ്പാൻ പോലും യോഗ്യതയില്ലാത്തവരാകാം. You and I have such sin in our lives that if we actually walk into the presence of God, the holiness of God should have burnt us.
ദൈവത്തിന്റെ വിശുദ്ധി നമ്മെ ദഹിപ്പിച്ച് കളയത്തക്ക പാപ ജീവിതത്തിൽ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളാകാം ഞാനും നിങ്ങളും. അതുകൊണ്ട് ദൈവത്തിലേക്ക് അടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകാം. And yet Jesus took our place and gave his place to us so that we might live and have joy in our lives. എന്നാലും യേശു നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തിട്ട് അവന്റെ സ്ഥാനം നമുക്ക് തന്നിട്ട് നമ്മെ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ അവൻ താല്പര്യപ്പെട്ടു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? Hallelujah. ഹല്ലേലൂയ. Today you are a Christian because Jesus took your place and you are now in his place. നിങ്ങൾ ഇന്നൊരു ക്രിസ്ത്യാനിയാകാൻ കാരണം നിങ്ങളുടെ പാപിയായ സ്ഥാനത്തെ യേശു ഏറ്റെടുത്തിട്ട് അവന്റെ വിശുദ്ധിയുടെ സ്ഥാനത്ത് അവൻ നമ്മെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചതുകൊണ്ടാണ്. But I want to warn you this afternoon that there is a chance that you might lose that place like Saul lost that place and go to hell. ഇന്ന് വൈകുന്നേരം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ശൗലിന് ആ സ്ഥാനം ഉപയോഗിപ്പാൻ കഴിയാതെ അവൻ നിത്യ നരകത്തിലോട്ട് പോയതുപോലെ ആകാതെ ദൈവം നമ്മെ ആക്കി വെച്ച സ്ഥാനത്ത് വിശ്വസ്തരായിരുന്ന സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി നാം തീരണം. If you don't take the name of Jesus that is on your life seriously, you will lose the place that is offered to you. നിങ്ങൾ ക്രിസ്തുവിന്റെ നാമം ജീവിതത്തിൽ ഉപയോഗിപ്പാനായി എടുക്കുന്നില്ല എങ്കിൽ നിങ്ങളെ ആക്കി വെച്ച സ്ഥാനത്ത് നിന്ന് നിങ്ങൾ നഷ്ടബോധത്തിൽ തുടരേണ്ടി വരും. A man who is rejected by everybody is accepted by God and is exalted, and this man now, as we see in chapter 15, is rejected and thrown away by God. ഏറ്റവും താഴെ സ്ഥാനത്ത് കിടന്നിരുന്ന ഒരു മനുഷ്യൻ അവിടെ നിന്ന് ദൈവത്താൽ അവൻ ഉയർത്തിക്കൊണ്ടുവന്ന് ഏറ്റവും ഉന്നത നിലവാരത്തിൽ എത്തിയിട്ട് പിന്നത്തേതിൽ ദൈവത്തിൽ നിന്ന് തള്ളപ്പെട്ട് അവൻ ഏറ്റവും താഴെ കുഴിയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. How did he move from there to there? എങ്ങനെയാണ് അവൻ ഈ താഴെ നിന്ന് മുകളിലെത്തിയത്, അവിടെ നിന്ന് താഴേക്ക് പോയത്? How did this happen that a man has been honored by God and is now rejected by God? What did he do? എങ്ങനെയാ ഇത് സംഭവിച്ചത്? ഒരുവൻ ദൈവത്താൽ ബഹുമാനിക്കപ്പെടുന്നു, പിന്നത്തേതിൽ അവൻ ദൈവത്താൽ തള്ളപ്പെട്ട് താഴെ എത്തുന്നത് എങ്ങനെ സംഭവിച്ചു? This afternoon let's look at Saul and see if we are doing the same sin in our lives so that we can confess our sin and avoid it. ഇന്ന് പകൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ശൗൽ ചെയ്ത അതേ പാപത്തിലാണ് നാമും തുടരുന്നത് എങ്കിൽ ദൈവം നമ്മെ നമ്മുടെ സ്ഥാനത്ത് നിന്ന് തള്ളി താഴെ കളയാൻ ഇടയാകുമെന്നതുകൊണ്ട് മാനസാന്തരപ്പെടുവാനുള്ള സമയമായി തീരും. I'm not saying you are rejected. I'm not saying that. നിങ്ങൾ നഷ്ടപ്പെട്ടവരാണ്, നിങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തി എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. I don't want you to be rejected. നിങ്ങൾ നഷ്ടപ്പെട്ടവരായി തീരുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. In fact, I want every one of us to be in the triumphal procession of Jesus Christ. നാം ഓരോരുത്തരും ദൈവത്താൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നാം ആകണമെന്നാണ് ദൈവത്തിന്റെയും എന്റെയും ആഗ്രഹം. That is why let's look at a man who moved away from the procession and made his own procession. നാം ഇവിടെ കാണാൻ കഴിയുന്നത് ദൈവം തന്നെ ആക്കി വെച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട് തന്റേതായ സ്ഥാനത്ത് എത്തിച്ചേർന്ന ഒരു മനുഷ്യൻ. Let me show you 4 reasons why Saul failed in his life as an anointed person. ഒരു ദൈവത്താൽ അഭിഷിക്തനായ മനുഷ്യൻ എന്ന സ്ഥാനത്ത് നിന്ന് അവൻ തള്ളപ്പെട്ടു പോകാനുണ്ടായ പ്രധാന 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. In our language, Saul is a Christian. Saul is a man who is anointed by the Spirit of God. Saul is a man who even spoke in tongues and prophesied. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശൗൽ ഒരു ക്രിസ്ത്യാനിയാണ്, അവൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് ശൗൽ. And yet the same man with all those gifts has lost his position. ഈ എല്ലാ കൃപാവരങ്ങളും ഉണ്ടായിരുന്ന മനുഷ്യൻ തന്റെ സ്ഥാനം നഷ്ടപ്പെടുത്തി താഴേക്കടയിലേക്ക് പോകുന്നു. Let's see what were the mistakes that he made so that we can avoid them in our own lives. ഉണ്ടാക്കിയ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ തെറ്റുകളിൽ നാം ചാടാതിരിക്കാനാണ് ഇന്നത്തെ എന്റെ മെസ്സേജ് ഉദ്ദേശിക്കുന്നത്. Go to chapter 15 now. Keep it open very carefully. Listen to me this afternoon. വളരെ ശ്രദ്ധയോടെ 15-ാം അധ്യായത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. Verses 15 now. I want you to read very quickly verses 15. 15-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. Look at verses 30 now. 30. 30-ാമത്തെ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. In those 3 verses,
ഈ 3 വാക്യങ്ങളിലും verses 15, verses 21, verses 30. 15-ാം വാക്യം, 21-ാം വാക്യം, 30-ാമത്തെ വാക്യം. Listen to this very carefully. He is talking to Samuel and he's saying, I'm sorry for what I've done. I want you to pray on behalf of me to your God. ഇവിടെ ശമൂവേലിനോട് ശൗൽ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയോട് ഞാൻ പാപം ചെയ്തു, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണം. 3 times he uses the word your God, not my God. 3 പ്രാവശ്യം അവൻ ആ വാക്കുപയോഗിച്ചു, നിന്റെ ദൈവമായ യഹോവ, നിന്റെ ദൈവമായ യഹോവ, നിന്റെ ദൈവമായ യഹോവ എന്ന്, എന്റെ എന്നല്ല. He is not saying at least our God. He is saying your God. നമ്മുടെ ദൈവമെന്ന് അവന് പറയാമായിരുന്നു, പക്ഷെ അവൻ പറഞ്ഞത് നിന്റെ ദൈവമെന്ന. You can be a Christian. You can be a Christian. നിനക്കൊരു ക്രിസ്ത്യാനിയാകാം. You probably took water baptism. നിനക്ക് സ്നാനമേറ്റയാളായിരിക്കാം. You probably are anointed by the Spirit of God and are speaking in tongues. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തിയുമാകാം. And still you may not have Jesus in your life. എന്നാലും നിനക്ക് ക്രിസ്തുവില്ലാത്ത ജീവിതം നയിക്കുന്ന വ്യക്തിയാകാം. Like Saul. Like Saul. ശൗലിനെ പോലെ. Saul was a man who was picked by God to replace God, and yet he doesn't worship that God. ശൗൽ താൻ ആയിരുന്ന സ്ഥാനത്ത് നിന്ന് ദൈവത്താൽ ഉയർത്തപ്പെട്ട് ശരിയായ സ്ഥാനത്തെത്തി, എന്നിട്ടും അവൻ അവന്റെ സ്ഥാനം സൂക്ഷിപ്പാൻ തയ്യാറാകാത്ത മനുഷ്യൻ. In that entire conversation, there is not even at one place where Saul said my God. He's always saying your God. ആ ഭാഗം മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ ശൗൽ ഒരിടത്ത് പോലും എന്റെ ദൈവം എന്ന് പറഞ്ഞിട്ടില്ല, നിന്റെ ദൈവം പറഞ്ഞിട്ടുള്ളത്. Here is the problem. Listen to this very carefully. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, വളരെ ശ്രദ്ധയോടെ എന്നെ കേൾക്കുക. I can be a converted man, not a changed man. എനിക്ക് വ്യത്യാസം വന്ന ഒരു മനുഷ്യനാകാം, പക്ഷെ പരിപൂർണമായ വ്യത്യസ്തനാകാൻ കഴിയത്തില്ല. That means I can change a religion, but maybe my heart is still not changed. എനിക്കൊരു മതപരിവർത്തനം നടത്താൻ കഴിയും, പക്ഷെ മനപരിവർത്തനം നടത്താത്ത വ്യക്തിത്വമാകാം. I am a Christian because my parents are Christian. എന്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാനും ഒരു ക്രിസ്ത്യാനിയായി. Or I have become a Christian because my parents have now become a Christian. എന്റെ അപ്പനമ്മമാർ അവർ ഇപ്പോൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാനും ക്രിസ്ത്യാനിയായി. I have this conversion experience, not change experience. എനിക്ക് ഈ മതപരിവർത്തനത്തിന്റെ അനുഭവമേ ഉള്ളൂ, വ്യക്തിപരമായ ഹൃദയത്തിന്റെ മാറ്റം വരാത്തവർ. We still don't have Jesus in our hearts. നിങ്ങൾക്ക് ഇപ്പോഴും യേശുവിനെ അങ്ങനെയുള്ളവർക്ക് ഹൃദയത്തിനകത്തുണ്ടാകുകയില്ല. I'll show you how. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. This afternoon, right now, at this time, here. ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ നിങ്ങൾക്ക് അത് തെളിയിച്ചു. Listen to this. All of you who are sleeping also, listen to this. നിങ്ങൾ ഉറങ്ങുന്നവരെല്ലാം എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. Listen to this. What are you thinking right now? ഇപ്പൊ നിങ്ങൾ എന്താ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? What are you thinking? You are looking at me, you are looking at Pastor Ajit, but what are you thinking in your mind? നിങ്ങൾ ഞങ്ങളുടെ പറയുന്നൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ എന്താ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? Are you thinking about the afternoon lunch? വൈകുന്നേരത്തെ ലഞ്ചിനെ കുറിച്ചാണോ നിങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? Or are you thinking about what kind of clothes you need to wear tomorrow morning? നാളെ രാവിലെ ഏത് ഡ്രസ്സ് ഇടേണ്ടതെന്നാണോ സഹോദരിമാർ ചിന്തിക്കുന്നത്? Are you thinking about a girl or are you thinking about a boy? നിങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒരു ആൺകുട്ടിയെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? If not boy and a girl, are you thinking about your education? നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണോ? Or are you thinking when is this fellow going to finish the message? എപ്പോഴാ ഈ മെസ്സേജ് ഒന്ന് തീരുന്നതെന്നാണോ നിങ്ങൾ ചിലർ ചിന്തിക്കുന്നത്? Whatever you are thinking right now, ഇപ്പോ നിങ്ങൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? that is your God. അതാണ് നിങ്ങളുടെ ദൈവം, not Jesus Christ. യേശുവല്ല. You dare to come into the presence of God, the very presence of Jesus Christ, and not think about Jesus, then you are not a Christian at all. നിങ്ങൾ യേശുവിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് വന്നു, എന്നാൽ ചിന്ത യേശുവിനെ കുറിച്ചല്ല മറ്റു പലതുമാണെങ്കിൽ നിങ്ങളുടെ ദൈവം ക്രിസ്തുവല്ല. Don't call yourself a Christian if you are not thinking about Jesus Christ right now. നിങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനി അല്ല എന്ന് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ പേടിച്ചേക്കാം. I told you I'll make you question your own conversion. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ തന്നെ മനപരിവർത്തനത്തിന് വേണ്ടിയാ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. So my question, what are you thinking right now? ഇപ്പൊ നിങ്ങൾ എന്താ ചിന്തിച്ചതെന്നുള്ളതാ എന്റെ ചോദ്യം. That tells you whether you are in the procession of Jesus Christ or not. നിങ്ങൾ ക്രിസ്തുവിന്റെ ആ സ്ഥാനത്തെത്തിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആ ചിന്തയെക്കുറിച്ച് നിങ്ങൾ നോക്കണം. Many of us are, for the name's sake, Christians. We are not really changed inside our heart.
നമ്മൾ പലരും പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണ്, മതം മാറി ക്രിസ്ത്യാനിയായ രീതിയിൽ. Many years back, my father brought me a watch. കുറെ വർഷങ്ങൾക്ക് മുൻപ് എന്റെ പിതാവ് എനിക്ക് ഒരു വാച്ച് മേടിച്ചു. It was a sports watch which had this the one that shows navigator. Yeah. Okay. It has a navigator on it. അതൊരു സ്പോർട്സ് വാച്ച് ആയിരുന്നു. അതിന്റെ സൈഡിൽ ഒരു വടക്ക് നോക്കി യന്ത്രം ഉണ്ടായിരുന്നു. It shows the north, south and east and west, you know. അത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. വടക്കും പടിഞ്ഞാറും കിഴക്കും തെക്കും ഒക്കെ അറിയാം. There is something very strange about that instrument in my watch. എന്റെ വാച്ചിലുള്ള ആ പ്രത്യേക യന്ത്രത്തെ കുറിച്ച് എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. No matter what I do with the watch, no matter how much I shake my hand, no matter what I do, where I turn, the needle is always going to the north. ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്റെ കൈ വെച്ച് വാച്ച് കുലുക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് കറങ്ങി തിരിഞ്ഞു നോക്കി ഇങ്ങനെ നോക്കും എന്റെ വാച്ചിന്റെ സൂചി വടക്കോട്ട് തന്നെയാണോ നിൽക്കുന്നത് നോക്കും. I can keep it in my hand, I can keep it in my pocket, I can take it out and throw it wherever, whatever I do, the needle is always on the north. ഞാൻ എന്തൊക്കെയാ വാച്ചും കൊണ്ട് ചെയ്താലും, അതെന്റെ പോക്കറ്റിൽ ഇട്ടാലും, അതെന്റെ കയ്യിൽ വെച്ചാലും, ഞാൻ അതെവിടെയെങ്കിലും എറിഞ്ഞു കളഞ്ഞാലും, എല്ലാ സമയത്തും ആ ക്ലോക്കിന്റെ സൂചി വടക്കോട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. That is how our mind is. അങ്ങനെയാ നമ്മുടെ ഹൃദയവും. Whatever is in our heart, that is where our mind always goes to. നമ്മുടെ ഹൃദയത്തിനകത്ത് എന്താണോ ഉള്ളത് അതിലേക്കായിരിക്കും നമ്മുടെ ചിന്തയും പോകുന്നത്. If Jesus is not in our heart, whatever your mind is going to, that is your God. യേശു നിങ്ങളുടെ ഹൃദയത്തിനകത്തില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയം എന്തിലേക്കാണോ പോകുന്നത് അതാണ് നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത്. That is the first problem. Today, are you a converted person or a changed person? ഇതാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾ മതപരിവർത്തനം നടന്ന ഒരു വ്യക്തിയാണോ അതോ മനപരിവർത്തനം നടന്ന ഒരു വ്യക്തിത്വമാണോ? The second problem with Saul. ശൗലിനെ സംബന്ധിച്ച രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് വരാം. Let's go back to chapter 15 one more time. It's 15, same chapter. 15ാം അധ്യായത്തിലേക്ക് വീണ്ടും നമുക്ക് വരാം. Let's look at verses 24. 24ാം വാക്യം. Again verses 30. 30ാമത്തെ വാക്യം കൂടെ. That's enough. There is one problem with Saul. ഇവിടെ ശൗലിനോടുള്ള ബന്ധത്തിലുള്ള പ്രധാന ഒരു പ്രശ്നം കാണാൻ കഴിയും. Every time he is caught by somebody when he does something wrong, immediately Saul says, I'm so sorry, please forgive me. താൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് പിടിക്കപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ ശൗല് പറയും, അയ്യോ സോറി ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയും. That is one word that is always on his tongue. That is one word that is always on his tongue. Okay, അവന്റെ നാക്കിന്റെ തുമ്പത്തുള്ള ഒരു വാക്ക് ക്ഷമിക്കണം എനിക്ക് തെറ്റ് പറ്റി പോയി എന്നുള്ളതാണ്. There are only two English words all Indians know. മുഴു ഭാരതീയർക്കും അറിയാവുന്ന രണ്ട് ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. Thank you, sorry. അത് നന്ദി എന്നുള്ളതും ക്ഷമിക്കണം എന്നുള്ളതുമാണ്. Everybody knows how to say thank you. Everybody knows how to say sorry. എല്ലാവർക്കും അറിയാം താങ്ക് യു എന്നെപ്പോഴാ പറയേണ്ടത്, എപ്പോഴാ സോറി എന്ന് പറയേണ്ടത്. Sorry is one word that is written on Saul's tongue. സോറി എന്നുള്ള വാക്ക് നമ്മുടെ നാവിന്റെ അറ്റത്ത് എഴുതി വെച്ചിരിക്കുന്നത്. Every time he does something wrong and Samuel goes to him and asks him, why did you do that? Immediately he'll say, I'm so sorry, please forgive me. എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ശൗല് ചെയ്തപ്പോ ഉടനെ ശമൂവേൽ വന്ന് ചോദിച്ചപാട് പെട്ടെന്ന് തന്നെ പറഞ്ഞു, I am sorry. But he never stops doing the same mistake again. എന്നാൽ അതേ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു തീരുമാനം അവന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. He is always giving excuses, but he is not changing, repenting for his sin. അവൻ ഓരോ പ്രാവശ്യവും താൻ ചെയ്ത തെറ്റുകൾക്ക് ന്യായീകരണങ്ങൾ കൊണ്ടുവരാറുണ്ട്, പക്ഷേ അവൻ പശ്ചാത്തപിക്കാറില്ലായിരുന്നു. This afternoon, I don't know how many times, how many camps you have gone to, but many of us have this particular experience in a camp. I'll tell you that. നിങ്ങൾക്ക് ഞാൻ പല ക്യാമ്പുകളിലും പോകുമ്പോൾ ഇതേ ഒരു പ്രത്യേക അനുഭവം പല ക്യാമ്പുകളിൽ നിന്ന് എനിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. Many of us go to camps, we hear great messages, immediately in our heart we'll say, oh, we are so sorry, God. നാം പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ നല്ല മെസ്സേജ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ പറയും, അയ്യോ കർത്താവേ ഞാൻ ഇന്ന കാര്യത്തിൽ തെറ്റ് പറ്റി. We'll come to the altar, we will kneel down, we will beg God to forgive us.
നാം വേഗം ഓടി മുൻപോട്ട് വന്നിട്ട് ഓൾട്ടർ കോൾ നടത്തുമ്പോൾ ദൈവം മുൻപാകെ വന്നിട്ട് പറയും, അയ്യോ കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇനി എനിക്ക് തെറ്റുപറ്റിപ്പോയി. After the camp we would walk out, go back and do the same mistake again and again. അത് കഴിഞ്ഞ് നാം വീണ്ടും പഴയ സ്ഥലത്തേക്ക് പോകും, മുൻപ് ചെയ്ത അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കും. ഇതല്ലേ നമ്മുടെ സ്ഥിതി? If you are like that, listen to me very carefully. If you are like that, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ എന്നെ നിങ്ങൾ വീക്ഷിക്കുക. your place, the place that is given by God to you, will be taken away from you. നിങ്ങളുടെ സ്ഥാനം, ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് നിങ്ങളെ തള്ളിക്കളയപ്പെടാൻ സാധ്യതയുണ്ട്. The privilege that God gave because of Jesus Christ will be taken away from you. യേശു ക്രിസ്തു നിമിത്തം ദൈവം നിങ്ങൾക്ക് തന്ന ആ പ്രത്യേക സ്ഥാനത്ത് നിന്ന് നിങ്ങൾ തള്ളിക്കളയപ്പെടാൻ ചാൻസ് ഉണ്ട്. Here is the problem with Saul. Saul is a sorry man, not a repentant man. ശൗലിന്റെ ശരിയായ തെറ്റ്, ശൗലിന്റെ ജീവിതത്തിലെ തെറ്റെന്താണെന്ന് അറിയാമോ? എല്ലാത്തിനും അവൻ ക്ഷമ പറയും, പക്ഷേ മാനസാന്തരം ഉണ്ടാകാറില്ലായിരുന്നു. I'll tell you the difference between a sorry man and a repentant man. ഒരു ക്ഷമ പറയുന്ന മനുഷ്യനും പശ്ചാത്താപം ഉണ്ടാകുന്ന മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. A sorry man is always trying to avoid punishment. ഒരു സോറി പറയുന്ന മനുഷ്യൻ, ക്ഷമിക്കണമെന്ന് പറയുന്ന മനുഷ്യൻ, ആ വാക്ക് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പേരിൽ വരുന്ന ഭവിഷ്യത്തുകളിൽ നിന്ന് അവന് മോചിതനാകാൻ വേണ്ടി. He is more worried about what will happen if people find it out. ഞാൻ ചെയ്തത് മനുഷ്യർ കണ്ടുപിടിക്കപ്പെട്ടാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്താകുമെന്ന് വിചാരിച്ചിട്ട് അവൻ അവിടെ സോറി പറയുന്നത്. So when he says sorry, he is trying to avoid the punishment. അങ്ങനെയെങ്കിൽ ഒരുവൻ സോറി പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന് അത് നിമിത്തം ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഒന്നൊഴിവാകണമെന്നുള്ളതാണ്. A repentant man, എന്നാൽ ഒരു പശ്ചാത്തപിക്കുന്ന മനുഷ്യൻ, is trying to avoid the sin itself. അവൻ പാപത്തെ അതുപോലെ മാറ്റിവെക്കാൻ തയ്യാറാകുക. You remember the story of Joseph when he was confronted with Potiphar's wife? What Joseph did, that is what a repentant man does. നിങ്ങൾക്ക് യോസേഫിനെ പരിചയമില്ലേ? യോസേഫ് എന്താണ് ചെയ്തത്? അതത്രേ ആമേൻ ഒരു മാനസാന്തരമുള്ള പശ്ചാത്താപമുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്നത്. പോത്തിഫറിന്റെ വീട്ടിൽ വെച്ച് Many of us keep doing the same sin because we don't understand the danger of the sin itself. നാം പാപത്തിന്റെ ഭീകരാവസ്ഥയെ കുറിച്ച് ശരിയാവണ്ണമുള്ള പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് വീണ്ടും അത് ആവർത്തിക്കാൻ തയ്യാറാകുന്നത്. In Antarctica, അന്റാർട്ടിക്കയിൽ there is an interesting way to hunt animals. മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി വളരെ രസകരമായ ഒരു മാർഗമുണ്ട്. There is a wolf hunter who has a special methodology in hunting the wolves. ചെന്നായെ പിടിക്കുവാനായിട്ട് അവിടെ ഒരു പ്രത്യേക മാർഗം അവർക്കുണ്ട്. The wolf skin is really good for making clothes and selling, ചെന്നായിയുടെ തൊലി കൊണ്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ അവർക്ക് ആവശ്യമുള്ളതാണ്. Do you know how they will hunt wolves? എങ്ങനെയാണ് അവർ ചെന്നായെ പിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? Let me tell you, listen to this very carefully. ഞാനത് പറയാം, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ. The hunter rears rabbits in his igloo, in his house. ഈ വേട്ടയാടുവാൻ വേണ്ടി പോകുന്ന മനുഷ്യൻ തന്റെ വീട്ടിനകത്ത് കുറെ മുയലുകളെ വളർത്തും. He has a lot of rabbits, running around. ഇഷ്ടംപോലെ മുയലുകൾ ഇതിനകത്ത് ഇങ്ങനെ ഓടിക്കളിക്കും. Any day he wants to go and hunt a wolf, he will pick up one rabbit. അവൻ എന്നാണോ വേട്ടയാടാൻ പോകേണ്ടത് അന്ന് അവൻ ഒരു മുയലിനെ പൊക്കി പുറത്തേക്ക് എടുക്കും. Let's say this is the knife, this is the hunting knife. ഇതാണ് വേട്ടയാടാനുള്ള കത്തി എന്നിരിക്കട്ടെ. He'll pick up one rabbit, cut the throat of the rabbit. എന്നിട്ട് അവൻ ഒരു മുയലിനെ പൊക്കിയെടുത്തിട്ട് കത്തി കൊണ്ട് അതിന്റെ കഴുത്ത് കണ്ടിരിക്കും. And take a bowl, while he opens the throat, allows the blood to fall into the bowl. ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിനകത്തേക്ക് ഈ മുയലിന്റെ രക്തം ഇറ്റിറ്റ് വീഴിക്കും. Every last drop of the blood of the rabbit is fallen into the bowl. ഈ പാത്രത്തിനകത്തേക്ക്, ഈ ബൗളിനകത്തേക്ക് മുഴുവൻ രക്തം അവസാന തുള്ളി വരെയും അവൻ ഇറ്റിറ്റ് വീഴിക്കും. Once the blood is fully drained, ഈ രക്തം മുഴുവൻ നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ he'll put the rabbit aside. ഈ മുയലിനെ അവൻ മാറ്റി വിട്ടിട്ട് then he takes his knife. അവൻ ഈ കത്തിയും എടുക്കും. He will immerse his knife into the bowl which is of blood. ഈ രക്തത്തിനകത്തേക്ക് അവൻ ഈ കത്തി മുക്കും. And make sure that every edge of the knife is full of blood.
എന്നിട്ട് അദ്ദേഹം ഈ കത്തിയുടെ എല്ലാ വശങ്ങളിലും മുഴുവനും രക്തം പുരണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തും. Then he takes the knife out. എന്നിട്ട് ഇവനെ കത്തി പുറത്തേക്ക് എടുക്കും. Picks up ice from in Antarctica, ice is free, by the way. So he picks up the ice and starts applying it on the knife. എന്നിട്ട് അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ കത്തിയിലേക്ക്, അന്റാർട്ടിക്കയിൽ ഇഷ്ടംപോലെ ഐസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ, ആവശ്യത്തിന് ഐസ് എടുത്തിട്ട് ഈ കത്തിയിലേക്ക് അങ്ങ് പൊതിയും. So the blood that was on the knife is becoming an ice, red ice. അപ്പോൾ ഈ ഐസിന് മുകളിൽ വെച്ച് കഴിയുമ്പോൾ ഇതിന് ഈ കത്തിയുടെ മുകളിലുള്ള രക്തം മുഴുവൻ ഒരു ചുവന്ന ഐസായി അങ്ങ് മാറും. Once he finishes that, comes back, dips it again. Dips it again into the blood. അവൻ വീണ്ടും ഈ ഐസായി തീർന്ന കത്തി, ഐസ് പുറമെ പൊതിഞ്ഞിട്ടുള്ള കത്തി ഈ രക്തത്തിലേക്ക് വീണ്ടും മുക്കും. Once because there is ice now, it sucks more blood. ഈ ഐസ് കൂടുതൽ രക്തത്തെ വലിച്ചെടുക്കും. And he takes it out, again takes some more ice and starts applying it on it. അവൻ വീണ്ടും ഈ കത്തിയിലേക്ക് ഐസ് കുറച്ചും കൂടെ ഇടും. ഐസ് ഇട്ടിട്ട് വീണ്ടും അവൻ അത് വലുതാക്കും. For 4 hours, that is the only job he has. ഏകദേശം 4 മണിക്കൂറത്തേക്ക് തനിക്ക് ഒരേ ഒരു ജോലിയുള്ളൂ, അത് ഈ പണിയായിരിക്കും. By the time he finished, there is no more blade, it's only ice, red ice. ഇവന്റെ പണി മുഴുവൻ കഴിഞ്ഞു കഴിയുമ്പോ ഇതിൽ കത്തിയുടെ മുനയൊന്നും കാണത്തില്ല, ഇത് ചുവന്ന ഐസ് മാത്രമായിട്ട് ഈ കത്തി അവന്റെ കയ്യിൽ അവശേഷിക്കും. Then he goes to a place where wolves usually come out to hunt. എന്നിട്ട് എതിലെയാണോ സ്ഥിരമായി ചെന്നായ്ക്കൾ പോകുന്ന വഴി, ആ വഴിയിലേക്ക് അവൻ പോകും. He digs a hole there. അവൻ അവിടെ കുറച്ച് മണ്ണ് പൊക്കിയിട്ട് takes the knife, keeps the sharp side up and closes it. അവൻ ആ കത്തിയുടെ മുനയുള്ള ഭാഗം മുകളിലാക്കിയിട്ട് ആ കത്തി അവിടെ കുഴിച്ചു വെക്കും. So in the ice, the knife is standing like this. അങ്ങനെ ഐസിനകത്ത് ആ കത്തി ഇതേ നിലവാരത്തിൽ നിൽക്കും. From far it looks like just another iceberg, small. വളരെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെന്നായിക്ക് ഇതൊരു ഐസ് പോലെ മാത്രമേ തോന്നുകയുള്ളൂ. Towards the evening the wolf starts coming out. വൈകുന്നേരമാകുമ്പോൾ ചെന്നായ്ക്കൾ പതുക്കെ പുറത്തേക്ക് വരും. Now wolf have a sharp nose for sense, smelling out. ഓക്കേ, നിങ്ങൾക്കറിയാമോ ചെന്നായ്ക്കൾക്ക് വളരെ സ്മെൽ അബ്സോർവ് ചെയ്യാൻ കഴിയുന്ന ഒരു മൂക്കാണ് ചെന്നായ്ക്കൾക്കുള്ളത്. So as it smells the blood of a rabbit, it starts running towards the iceberg, this small iceberg. അപ്പോൾ ആ ചെന്നായുടെ മൂക്ക് അതിന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഈ മണം എത്തിക്കഴിയുമ്പോൾ ആ ചെന്നായി ഓടി വന്ന് ഈ ബ്ലേഡ് വെച്ച കത്തിയിലേക്ക് എത്തും. As it comes near to the iceberg, it can't see a rabbit, but it can smell the rabbit. ആ ചെന്നായി അടുത്തു വരുമ്പോ അതിന് മുയലിനെ കാണാൻ കഴിയത്തില്ല, പക്ഷെ മുയലിന്റെ മണം അതിനുണ്ടാവും. So the wolf is thinking the rabbit is inside. അപ്പോൾ ചെന്നായി എന്ത് ചെയ്യുന്നറിയാമോ, ഇതിന്റെ അടിയിൽ ഒരുപക്ഷെ മുയലുണ്ടാകാം. And it knows it has to take the ice out, so it starts licking the ice. അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ ഐസ് കളയാൻ നോക്കത്തില്ല, അവൻ ഈ ഐസ് പതുക്കെ നക്കി തുടങ്ങും. As the tongue is licking the ice is melting. അവൻ ഈ ഐസിൽ നക്കി തുടങ്ങുമ്പോഴേക്ക് ഈ ഐസ് പതുക്കെ ഉരുകി താഴേക്ക് പോകും. It's becoming tastier because it has blood on it. ഇതിന്റെ മുകളിൽ മുഴുവൻ രക്തമുള്ളത് കൊണ്ട് ഇത് വളരെ രുചിയുള്ളതായിട്ട് ചെന്നായിക്ക് തോന്നും. The more the ice is melting, the tastier it is becoming. എത്രമേൽ ഐസ് ഇതിന് മുകളിൽ നിന്ന് ഉരുകി താഴേക്ക് പോകുന്നു, അത്ര കണ്ട് ഇത് ടേസ്റ്റ് ഉള്ളതായി, രുചിയുള്ളതായി മാറ്റപ്പെടും. The tongue of the wolf is coming closer to the sharp edge of the blade. ഈ ബ്ലേഡിന്റെ കൂടുതൽ മൂർച്ചയുള്ള ഭാഗത്തേക്ക് ചെന്നായുടെ നാവ് ചെന്നൊരയുമ്പോൾ, and yet it can't stop because it loves the blood. ആ ചെന്നായിക്ക് അത് നിർത്താൻ കഴിയത്തില്ല, കാരണം അതിന് രക്തത്തിന്റെ ചൊവ്വ ഇഷ്ടമുള്ളതാണ്. Now its nose is touching the sharp edge of the blade. ആ ചെന്നായുടെ മൂക്ക് ആ കത്തിയുടെ മുനയുള്ള ഭാഗത്തേക്ക് മുട്ടിക്കഴിയുമ്പോൾ, its tongue is wrapping up the entire steel blade. ആ ബ്ലേഡിലേക്ക്, ആ കത്തിയിലേക്ക് തന്റെ നാക്ക് മുട്ടി മുറിയാൻ തുടങ്ങുമ്പോൾ, it goes for another shot. It goes for another round. അടുത്ത റൗണ്ടിലേക്ക് വരും. The moment it goes, its own tongue gets cut. ആ ചെന്നായുടെ തന്നെ നാവ് ഈ കത്തിയിൽ തട്ടി വീണ്ടും മുറിയും. Now it becomes warm blood. അപ്പോൾ ചൂട് രക്തം അവിടെ ഒലിച്ചു തുടങ്ങും. The wolf is thinking, oh, there is a rabbit. അപ്പോൾ ചെന്നായി എന്ത് ചിന്തിക്കുമെന്നറിയാമോ, ഇതാ ഇതിനടിയിൽ ഉറപ്പായിട്ടും മുയലുണ്ട്. Fresh blood. ഇതാ പുതിയ രക്തം, ചൂട് രക്തം പുറത്തു വരുന്നു. And as it is drinking its own blood, it is sucking more.
സ്വന്തം രക്തം അത് കുടിച്ചുകൊണ്ട് ഇത് കൂടുതൽ കൂടുതൽ ഈ കത്തിയിലേക്ക് നക്കും. By the next morning, അടുത്ത പ്രഭാതത്തിലേക്ക് the wolf hunter doesn't have to do anything. He comes and picks up a dead wolf. വേട്ടയാടുന്ന മനുഷ്യൻ അധികമൊന്നും ചെയ്യേണ്ട കാര്യം വരത്തില്ല. അവന് രാവിലെ പോയി ചത്തുകിടക്കുന്ന ഈ ചെന്നായി എടുത്തുകൊണ്ട് വന്നാൽ മതിയാകും. Listen to this young man and young woman. Listen to this young man and young woman. നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇതൊന്ന് ശ്രദ്ധിച്ചേ. Satan lays a trap for you. പിശാച് നിങ്ങൾക്ക് വേണ്ടി അവനൊരു കുഴി കുഴിച്ചു വെച്ചിരിക്കുകയാണ്. The moment you suck into a temptation, sin will surround you like the blood. You will end up sucking your own blood and being dead like the wolf. പാപത്തെ നിങ്ങൾ പാപത്തിന്റെ അടുക്കിലേക്ക് ചെന്നു കഴിയുമ്പോൾ ആ പാപത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രക്തം വലിച്ചു കുടിക്കുന്ന ചെന്നായ പോലെ അകപ്പെടുകയാണ്, ആ കെണിയിൽ അകപ്പെടുകയാണെന്നുള്ള സത്യം മറന്നു പോകരുത്. Don't take the sin that is in your life right now. Don't take it lightly. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപെടുവാൻ സാധ്യതയുള്ള പാപത്തെ അതിനെ ലഘുവായി കണക്കാക്കരുത്. Because it will spread all around you. കാരണം അത് നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും ബാധിക്കുന്നത്രേ പാപം. It will catch you and kill you. അത് നിങ്ങളെ പിടിക്കും, അത് നിങ്ങളെ കൊല്ലുന്നതത്രേ പാപം. Get rid of your sin right now. നിങ്ങളുടെ പാപത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ പുറത്തു വരിക. Only then you will be eligible to walk along with Jesus Christ in his triumphal procession. എങ്കിൽ മാത്രമേ ദൈവത്താൽ യേശുവിനാൽ ആക്കി വെക്കപ്പെട്ട സ്ഥാനത്ത് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് യേശുവിനോട് ഒരുമിച്ച് പോകാൻ കഴിയത്തുള്ളൂ. This morning, this afternoon, I'll stop here. Tomorrow, I'll pick up another 2 problems with Saul and then help you to come into the triumphal procession of Jesus Christ. ഈ വൈകുന്നേരം ഞാൻ ഇവിടെ സമയത്തിന്റെ ലഭ്യത കുറവ് നിമിത്തം നിർത്തട്ടെ. ശൗലിന്റെ ജീവിതത്തിലെ മറ്റു 2 ഭവിഷ്യത്തുകൾ എന്തായിരുന്നു എന്ന് നാളെ ഞാൻ നിങ്ങളുമായി സംസാരിക്കും. I told you 2 things. ഞാൻ നിങ്ങളോട് 2 കാര്യമാണ് പറഞ്ഞത്. The first one, Saul was a converted man rather than a changed man. ഒന്നാമത്തെ കാര്യം, ശൗൽ അവനൊരു മതപരിവർത്തനം നടത്തിയ മനുഷ്യനായിരുന്നു, മനപരിവർത്തനം ഉണ്ടായിട്ടില്ലായിരുന്നു, പശ്ചാത്താപമില്ലായിരുന്നു. Today, are you just a converted person or have you changed in your heart? നിങ്ങൾ ഒരു മാറ്റം വന്നവനെന്ന പേരുകൊണ്ടുള്ള ഒരു മനുഷ്യനാണോ അതോ പശ്ചാത്തപിച്ച് പാപജീവിതത്തെ ഉപേക്ഷിച്ചൊരു മനുഷ്യനാണോ? Do you really have Jesus in your life? നിങ്ങൾക്ക് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. Yes, you are a Christian. നിങ്ങളൊരു ക്രിസ്ത്യാനിയാ. Yes, you speak in tongues. നിങ്ങൾ അന്യഭാഷ സംസാരിക്കുന്നുണ്ടാകാം. But do you really have Jesus? പക്ഷെ നിങ്ങൾക്ക് ശരിക്കും യേശു നിങ്ങളുടെ കൂടെ ഉണ്ടോ? Question yourself this afternoon. ഈ വൈകുന്നേരം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കുക. Number 2. 2. Do you? Saul's problem was he's more of a sorry man rather than a repentant man. രണ്ടാമത്തെ ശൗലിന്റെ തെറ്റ് എന്ന് പറയുന്നത് അവൻ എല്ലാത്തിനും സോറി പറയുന്ന ഒരു മനുഷ്യനായിരുന്നു, പക്ഷെ പശ്ചാത്താപം അവന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. If you are going back to the same sin again and again, that means you don't understand how dangerous that sin is. നിങ്ങൾ ഒരേ പാപത്തിലേക്ക് പിന്നെയും 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 പോകുന്നുവെങ്കിൽ ആ പാപത്തിന്റെ എത്ര വലിയ കാഠിന്യമുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാതെയാണ്. So I'm challenging you this afternoon, break your heart at the feet of Jesus. Ask him to help you to repent truly and turn away from your sin. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, വാസ്തവമായ ഒരു പശ്ചാത്താപ ഹൃദയത്തോടെ ക്രിസ്തുവിലേക്ക് വരിക, പാപത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ട് അതിനകത്തുനിന്ന് മറുവശത്തേക്ക് നടന്നു തുടങ്ങുക. If you repent, if you confess and repent, he is faithful and just to forgive, Bible says. യേശുവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനാകുന്നു. Then you can become part of the procession of the triumphal procession of Jesus Christ. അങ്ങനെയെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നിങ്ങളെ ആക്കി വെക്കപ്പെട്ട ശരിയായ സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ചേരും. Unless you are in the procession, you cannot become the aroma of Jesus. നിങ്ങൾ യേശു നിങ്ങളെ ആക്കി വെക്കുന്ന ആ സ്ഥാനത്തെത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുവാൻ I want you to close your eyes at this moment. കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാമോ? This is what Jesus says every time he taught something. ഇതാണ് ക്രിസ്തുവിന് നിങ്ങളോട് പറയുവാനുള്ളത്. ഓരോ സമയത്തും അവൻ ചിലത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. Those who have ears, let them hear. നിങ്ങളിൽ കാതുള്ളവൻ കേൾക്കട്ടെ. If you have heard the voice of God today, ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു എങ്കിൽ this is the time to repent and turn from your sin. ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് മടങ്ങി വരുവാനും പശ്ചാത്തപിക്കുവാനുമുള്ള സമയം ഈ സമയമാകുന്നു. This is the time to ask God to break the walls that are separating you from him.
ഇതാകുന്നു സമയം. ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന മതിൽക്കെട്ടുകളെ ഉടയ്ക്കുവാൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കേണ്ട സമയം. This is the time to come to Jesus Christ and join the procession of Jesus Christ. ഇതാകുന്നു ദൈവത്തിന്റെ അടുക്കലേക്ക്, യേശുവിലേക്ക് മടങ്ങി വന്ന് നിങ്ങളെ തന്നെ അവന്റെ മുൻപാകെ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള സമയം. This is the time to truly be repentant of the sin that you have performed against God. ശരിയാവണ്ണം പശ്ചാത്തപിച്ച് പാപജീവിതത്തോട് വിട പറയുവാനുള്ള സമയം ഇതാകുന്നു സമയം. So come to Jesus today. അതുകൊണ്ട് യേശുവിലേക്ക് കടന്നു വാ. If you want to come, I want you to stand wherever you are right now. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. I'm not going to ask you to come front, but I just want to pray for you right now. ഞാൻ നിങ്ങളോട് മുമ്പിൽ വരാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, പക്ഷേ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. If you want to come back to Jesus this morning, നിങ്ങൾക്ക് യേശുവിലേക്ക് ഒരു മടങ്ങി വരവ് നിങ്ങൾ you know that you have not been the person who is really changed inside his heart. ശരിക്കും എന്റെ അകത്തിനൊരു മാനസാന്തരം വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെ ബോധ്യപ്പെടുന്നു എങ്കിൽ ഈ സമയം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Today you want to change, please stand to your feet. ഇന്ന് നിങ്ങൾക്ക് ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നു. Don't worry about the people who are beside you. They don't take you to heaven. ആരാണ് നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണ്ട. അവരാരും നിങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകത്തില്ല. ഇന്നൊരു വ്യത്യസ്തത നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവന് മുൻപാകെ മടിക്കാതെ എഴുന്നേറ്റ് നിൽക്കാം. The people beside you are not the ones who died for you on the cross. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരാരും നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ നിങ്ങളോട് പറയുന്നു, ഇന്നൊരു പശ്ചാത്താപത്തോടെ ദൈവം മുൻപാകെ എഴുന്നേൽപ്പാൻ കഴിയുമോ? So stand to your feet as you come to Jesus. നിങ്ങൾ യേശുവിലേക്ക് വരുന്നുവെങ്കിൽ, ഒരു സമർപ്പണത്തിന് തയ്യാറാണെങ്കിൽ സ്വസ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? Lift your hands up wherever you are. Lift your hands up. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയാട്ടെ. Now talk to Jesus. യേശുവിനോട് ഇങ്ങനെ പറഞ്ഞാട്ടെ. Talk to Jesus. യേശുവിനോട് പറ, Jesus, you were not the priority in my life. യേശുവേ, നീ അല്ലായിരുന്നു എന്റെ ജീവിതത്തിലെ മുഖ്യ സ്ഥാനം. I had something else to take in the place of you in my heart. എന്റെ ഹൃദയത്തിനകത്ത് നിന്റെ സ്ഥാനം മറ്റു പലതും ഏറ്റെടുത്ത അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. But today I want you to come into my heart. എന്നാൽ ഇന്ന് നീ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. Pray that prayer. ഇങ്ങനെ പ്രാർത്ഥിച്ചാട്ടെ, ഇങ്ങനെ പ്രാർത്ഥിച്ചാട്ടെ. Jesus, I have allowed other things to take priority in my life. ദൈവമേ, യേശുവേ, എന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിട്ടുമാറ്റി നിനക്ക് വേണ്ടി ഞാൻ പ്രാധാന്യം നൽകുന്നു. I ask you to forgive me and come into my heart. എന്നോട് ക്ഷമിച്ച് എന്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് ഞാൻ അങ്ങയോട് ചോദിക്കുന്ന കർത്താവേ. I've been doing the same sin again and again, Jesus. കർത്താവേ, ഞാൻ പലപ്പോഴും തീരുമാനമെടുത്തിട്ട് പിന്നെ ഞാൻ അതേ പാപം ചെയ്തിട്ടുണ്ട്. Today I want you to help me to break that habit and turn to you. യേശുവേ, എന്റെ ആ സ്വഭാവത്തെ ഇന്നൊന്ന് പൊട്ടിച്ച് തകർത്ത് ഞാൻ നിങ്ങളിലേക്ക് വരികയാണ്. That I will run away from the sin, God. ഞാൻ പാപത്തിൽ നിന്ന് ഓടി അകലുന്ന കർത്താവേ. I would avoid it like a plague. I don't want that in my life anymore. എനിക്ക് ഇനി അങ്ങനെ ഒരു സാംക്രമിക രോഗത്തിലേക്ക് പോകണ്ട. ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു. Pray that prayer, my friend. Pray that prayer. ആ പ്രാർത്ഥന നിങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. And I want to pray for you right now. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. This afternoon, Father, ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, together with these young people we come and plead at your feet. ഈ യൗവനക്കാരുമായി ഞങ്ങൾ നിന്റെ മുൻപാകെ വന്ന് നിന്റെ മുൻപിൽ ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. Many times we do so much for you, we do so much in the name of you, and yet we don't have you in our lives. കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പലതും ചെയ്യുന്നുണ്ട്, നിന്റെ പേരിൽ ഞങ്ങൾ അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പലപ്പോഴും, പക്ഷേ ഞങ്ങളിൽ നീ ഇല്ലായിരുന്നെന്നുള്ള വാസ്തവം ഞങ്ങൾ തിരിച്ചറിയുന്നു. Like Saul, we carry your name and yet we don't have you inside our hearts. നിന്റെ നാമത്തിൽ പലതും ചെയ്യുന്നെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഇല്ലായിരുന്നല്ലോ. Forgive us, God. ഞങ്ങളോട് ക്ഷമിക്കണമേ. Forgive us. Allow us to place Jesus as the number one in our lives. ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ പാപത്തെ പൊറുത്ത് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രഥമ സ്ഥാനം അവിടുന്ന് ഏറ്റെടുക്കണമേ കർത്താവേ. I stand along with those who stood up this afternoon, God. കർത്താവേ, ഇന്ന് നിന്റെ പാദപീഠത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ നിന്റെ മക്കളുമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. And among those who sat down, I don't know how many are praying this prayer, but I stand along with them and I ask you, Jesus, please come and take your place in their life. കർത്താവേ, ഇവിടെ ഇരിക്കുന്നവരിലും എത്ര പേർ ഹൃദയത്തിൽ സമർപ്പണമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവരെ
ഞാൻ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിലെ മുഖ്യ സ്ഥാനം നീ ഏറ്റെടുത്താൽ. Help us to break the old habits, the same sin that we keep committing. Help us to repent and turn to you, Jesus. കർത്താവേ, പുറത്തു വരാൻ കഴിയാതെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന പാപ സ്വഭാവങ്ങളിൽ നിന്ന് ഒരു മടങ്ങി വരവിന് വേണ്ടി നിന്റെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. For we want to join the procession of the triumphal procession of Jesus Christ, God. യേശു ക്രിസ്തു ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തെത്തുവാൻ അവിടുന്ന് നിന്റെ മക്കളെ ശക്തീകരിച്ചാട്ടെ. Thank you for this afternoon, God. ഈ വൈകുന്നേരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി These പറയുന്നു. wonderful young people, as they stood up and they have committed themselves, I pray that Jesus, Father from heaven, you would look upon them with mercy and grace, God. കർത്താവേ, നിന്റെ പാദപീഠത്തിൽ നിന്നിൽ നിന്നുള്ള ദയയ്ക്കും കൃപയ്ക്കുമായി അണഞ്ഞിരിക്കുന്ന നിന്റെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. And I pray that you would shower your love on their lives. ദൈവമേ, നിന്റെ സ്നേഹം അവരുടെ ജീവിതങ്ങളിലേക്ക് നീ ഒന്ന് വിതറി കൊടുക്കണമേ. Thank you once again, Jesus. Thank you once again. നന്ദി കർത്താവേ. In Jesus' name I pray. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. 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 You may be seated now. ദയവായിരിക്കാം. ഈ സമയം പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ ട്രഷററായിരിക്കുന്ന പാസ്റ്റർ സിജു CS മുമ്പ് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായൊരു സെഷനെ ഞങ്ങൾക്ക് തന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനത്തിന് മുൻപാകെ ആയിരിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ കണ്ടുണരുവാൻ ദൈവം തന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരാന്തരിക പരിവർത്തനത്തിനായി അങ്ങ് ഞങ്ങളിവിടെ കൊണ്ടുവന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വരുന്ന സെഷനുകളിൽ ഞങ്ങളിവിടെ ആയിരിക്കുന്ന ഓരോ നിമിഷവും വളരെ പ്രയോജനമുള്ളതായി ചിലവഴിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് മധ്യയായിരിക്കുന്ന സഹോദരങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് തിരുമുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.